വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ ഒരുക്കുകയാണ് ചെയ്തത് ഓർത്ത് അവസരം എനിക്ക് നൽകിയിട്ടുള്ളത് ഓർത്ത് നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രി ബൈബിൾ ക്ലാസ് അല്ല, ഉപവാസ പ്രാർത്ഥനയാണ്. ആ ഒരു എനർജിയോടെ ഇരിക്കുക. ധാരാളമായി സഹായിക്കുന്ന ഓർമ്മ എഴുതിയ ലേഖനത്തിൽ നിന്നോ യെശയ്യാവിന്റെ ലേഖനത്തിൽ നിന്നോ അല്ല ശുശ്രൂഷിക്കുന്നത്. മറ്റൊരു ചിന്ത, ചെറിയ ചിന്ത ശുശ്രൂഷിക്കാനായി ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. ദൈവത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ ചിലരൊന്നും നമുക്ക് പരിചയമുള്ളവരല്ല, അധികം പരിചയമില്ലാത്തവരാണ്. എന്നാൽ ദൈവം അവരിൽ കൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ അധികം പരിചയമില്ലാത്ത അല്ലെങ്കിൽ ശുശ്രൂഷിച്ചിട്ടില്ലാത്ത ചില വ്യക്തികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ബൈബിളിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരതി നോക്കി നമ്മൾ പരിചയമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഭാഗങ്ങളുടെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായി താല്പര്യപ്പെടുന്നത്. ഇവിടെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു ബിഷപ്പിനെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് ന്യായാധിപനാണ്. അദ്ദേഹത്തിന്റെ പേര് യേഹൂദ് എന്നാണ്. യേഹൂദ് കേട്ടിട്ടുണ്ടോ? യേഹൂദ് എന്ന ഒരു ന്യായാധിപനെ കുറിച്ചാണ് നാം ഇത് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. യേഹൂദിന്റെ കഥ വെളിപ്പെടുത്തിയിരിക്കുന്ന അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് യേഹൂദിനെ കുറിച്ചുള്ള അവിടെ സ്റ്റോറി നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യഹൂദിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ദൂതുകളിലേക്ക് പ്രവേശിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഥ മനസ്സിലാക്കാതെ ദൂത് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് യഹൂദിന്റെ കഥ നമ്മൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ചുരുക്കം ചില വാക്യങ്ങളെ ഉള്ളൂ, പക്ഷേ വേഗത്തിൽ നിന്ന് വായിക്കേണ്ടതുണ്ട്. അത് ചിന്തിച്ച ശേഷം ദൂതുകളിലേക്ക് കടന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഒരുപാട് വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ട് നമുക്കുണ്ട് സത്യത്തിൽ. എന്നാലും 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ യഹൂദിൽ കൂടെ ദൈവം ചെയ്ത അത്ഭുതത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ട് നമ്മൾ വായിച്ചു തുടങ്ങാം. ഒരുമിച്ച് നമ്മൾ വായിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഒരു 5-10 മിനിറ്റ് വായിക്കാനായിട്ട് എടുക്കും. അതിനുശേഷം ദൂതുകളിലേക്ക് പ്രവേശിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിരുന്നോണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാകുന്നല്ലോ. 3:12 മുതൽ വായിച്ചോട്ടെ. കെനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തുകൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിന് വിരോധമായി ബലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ വിറ്റ് കളഞ്ഞു എന്നൊരു പദമാണ് നമ്മൾ ശ്രദ്ധിച്ചത്, അല്ലെ? ഇസ്രായേലിന് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഒരു രാജാവിന് വിറ്റ് കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. ആ രാജാവിന്റെ പേര് പറയാമോ? ഞാൻ പറഞ്ഞു, ഒരു രാജാവിന് വിറ്റ് കളഞ്ഞു, അല്ലേ? വിറ്റ് കളഞ്ഞിടത്തു നിന്നാണ് ആര് ദെബോര അവരെ മടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവര് ആ പദം എഴുതിയിരിക്കുന്നത് വിറ്റ് കളഞ്ഞു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വിരോധമായി ബലപ്പെടുത്തി, അല്ലെ? ഒരിടത്ത് വിറ്റ് കളഞ്ഞു എന്ന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വിരോധമായി ബലപ്പെടുത്തി. രണ്ടായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ വിരോധമായത് ചിലത് ഉറപ്പായിട്ട് സംഭവിക്കും. അതല്ലെങ്കിൽ ദൈവം നമ്മെ വിറ്റ് കളയും. ഇസ്രായേൽ മക്കൾക്ക് അത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. കാലാകാലങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത ഏകദേശം നമ്മളെ പോലൊക്കെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് സമയം ദൈവത്തോടടുത്ത് ജീവിക്കും, എന്നാൽ കുറച്ച് സമയം ചില സമയങ്ങളിലൊക്കെ ദൈവത്തിന് അകന്നു പോകും. ചിലപ്പോൾ ആത്മാവിൽ ബലപ്പെട്ടൊന്ന് ശക്തിപ്പെട്ട് കയറി വരും, ചിലപ്പോൾ കുറച്ചത് പിന്നോട്ടത്തിൽ നിന്ന് തണുപ്പായിട്ട് പോകും, അല്ലേ? അതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു, ദൈവത്തിന് അകന്നു പോകുന്ന സമയങ്ങളിൽ ദൈവം അവർക്ക് വിരോധമായി രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചിരുന്നു. 13-ാമത്തെ വാക്യം, അവൻ അമോന്യരെയും അമലേക്യരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. അവർ ഈന്തപ്പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് വായിക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കി പോവുക. ആ സ്റ്റോറി ഒന്ന് മനസ്സിലാക്കി പോവുക. 18 സംവത്സരമാണ് ഇസ്രായേൽ മക്കളെ അവർക്ക് മോവാബ് രാജായ എഗ്ലോനെ സേവിച്ചത്. അവർ 18 സംവത്സരം അവരെ അടിമത്തത്തിൽ ആയി തീരുവാനിടയായിട്ടുണ്ട്. 15-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീനായ ഗേരയുടെ മകനായ ഇടങ്കയനായ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഞാൻ ചോദിക്കും, യഹൂദിന്റെ പ്രത്യേകത എന്തായിരുന്നു? ബൈബിൾ ക്ലാസ് അല്ല, എന്നാലും ഇടയ്ക്ക് ചോദിക്കും. യഹൂദിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇടങ്കയനായിരുന്നു. ഇടങ്കൈ യൂസ് ചെയ്യുന്ന ആരുണ്ട്? ഇടങ്കൈ, അല്ലെങ്കിൽ മലങ്കൈനാണ്. ഇടങ്കൈ ഒരാളുണ്ട്. യഹൂദ് ഒരാളുണ്ട്. ഇടങ്കൈ
ഇടങ്കയ്യനായിരുന്നു യഹൂദ. വായിച്ചാട്ടെ. അതിനുശേഷം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? എഗ്ലോന് രാജാവിന് ഒരു കാഴ്ച കൊടുത്തയക്കുക. ഇത് ആക്ച്വലി ഒരു ട്രാപ്പാണ്. ഇസ്രായേൽ മക്കൾ പ്ലാൻ ചെയ്തിട്ട് അവരെ 18 സംവത്സരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, അടിമത്തത്തിലാക്കിക്കൊണ്ടിരുന്ന രാജഭരണത്തെ നശിപ്പിക്കേണ്ടതിനായി ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചയക്കുന്ന യഹൂദ എന്ന് പറയുന്ന ന്യായാധിപനെ അവന്റെ അടുക്കലേക്ക്, എഗ്ലോന്റെ അടുക്കലേക്ക് കാഴ്ച കൊടുത്ത് അയക്കുകയാണ്. 16-ാമത്തെ വാക്യം. എന്നാൽ യഹൂദ് ഇരുവായ്ത്തലയും ഒരു മുഴ നീളവുമുള്ള ഒരു ചുരിക ഉണ്ടാക്കി അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടക്കി കെട്ടി. അവൻ എന്ത് ചെയ്തു? നിങ്ങൾ തന്നെ പറഞ്ഞു. എന്ത് ചെയ്തു? ഇരുവായ്ത്തലയുള്ള ആള് എന്ത് ചെയ്തു? അവന്റെ വലത്തെ തുടയ്ക്ക് വസ്ത്രത്തിന്റെ ഉള്ളിൽ ആരും കാണാതെ കെട്ടിവെച്ചു. പെട്ടെന്ന് വായിച്ചു. അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടു ചെന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവനായിരുന്നു. കാഴ്ച വെച്ച് കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നു കൊണ്ടുവന്നവരെ അവൻ പറഞ്ഞയച്ചു കളഞ്ഞു. കൂടെ വന്നവരെല്ലാം യഹൂദ് പറഞ്ഞയച്ചു. എന്നാൽ അവൻ ഗിൽഗാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്ന്, രാജാവേ, എനിക്ക് ഒരു സ്വകാര്യമുണ്ട്. രാജാവിനോട് ഒരു രഹസ്യം എനിക്ക് പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് രാജാവിനെ എന്ത് ചെയ്തു? യഹൂദ് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി. ക്ഷമിക്കാമെന്ന് അവൻ പറഞ്ഞു. ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടുപോയി. യഹൂദ് അടുത്ത് ചെന്നു. എന്നാൽ അവൻ തന്റെ ഭീഷ്മഗൃഹത്തിൽ തനിച്ചിരിക്കുകയായിരുന്നു. രാജാവ് തനിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനുണ്ടെന്ന് യഹൂദ് പറഞ്ഞു. അവനോട് പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ ഒരു അരുളപ്പാട് എന്നോട് പറയാനുണ്ട്. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാൽ യഹൂദ് ഇടംകൈ നീട്ടി. അവൻ എഴുന്നേറ്റ മാത്രയിൽ യഹൂദ് ഇടംകൈ നീട്ടി വലത്തെ തുടയിൽ ഇടംകൈയാണ്. ഇടംകൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി. ഓക്കെ. അലകോടുകൂടിയ പിടിയും അകത്ത് ചെന്നു. അവന്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കുക. മേധസ് അലകിന്മേൽ പൊതിഞ്ഞടഞ്ഞു. അത് പുഷ്പവാദ പുറപ്പെട്ടു. പിന്നെ യഹൂദ് ഭൂമുഖത്തിറങ്ങി പുറകെ മാളികയുടെ വാതിൽ ഭൂമുഖത്തിറങ്ങി വെളിയിൽ ഇറങ്ങിയിട്ട് വാതില് അടച്ചുപൂട്ടി. അവൻ പുറത്തിറങ്ങി പോയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭീഷ്മഗൃഹത്തിൽ വിസർജനത്തിനിരിക്കുകയായിരിക്കുമെന്ന് അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായിക്കൊണ്ട് അവർ താക്കോലെടുത്ത് തുറന്നു. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യഹൂദ ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് ചെന്ന് ചേർന്നു. കഥ മനസ്സിലായത് നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. യഹൂദ ഇടങ്കയ്യനായിരുന്നു. വലത്തെ തുടയിൽ അവൻ ചുരിക ഒളിപ്പിച്ച് കടത്തി രാജാവിനെ കൊന്നുകളഞ്ഞു എന്നുള്ള ഭാഗമാണ്, അങ്ങനെ ഇസ്രായേലിനെ രക്ഷിച്ച ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് അധിക പരാമർശങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ചുരുക്കം ചില വാക്യങ്ങളിലാണ് യഹൂദിനെ അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അവസാനത്തെ ഭാഗത്ത് വരുമ്പോൾ 30-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരുത്തനും ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥത ഉണ്ടായി. 18 സംവത്സരത്തെ എഗ്ലോന്റെ രാജകീയ ഭരണത്തെ അവസാനിപ്പിച്ച്, പീഡിപ്പിക്കപ്പെട്ട ഭരണത്തെ അവസാനിപ്പിച്ച് 80 സംവത്സരം സ്വസ്ഥത നൽകിയ ഒരു മനുഷ്യനാണ് യേഹൂ എന്ന ന്യായാധിപൻ. ഒരു ചെറിയ കാര്യമല്ല ചെയ്തത്, വലിയൊരു ദൈവപ്രവൃത്തിയാണ് അതിൽ കൂടെ സംഭവിച്ചത്. അതിന് താൻ മുന്നിട്ടിറങ്ങി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദ ഈ ശുശ്രൂഷ ചെയ്തതിനു ശേഷം, ശുശ്രൂഷ എന്ന് തന്നെ ഇതിനെ കുറിച്ച് പറയാം, കാരണം ഇസ്രായേൽ മക്കളുടെ വലിയ ഒരു വിടുതലിന് വേണ്ടി യഹൂദ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ പഠിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അഭിഷക്തർ അവർ ഇതുപോലെ ദൈവത്തിന് ഹിതമല്ലാതെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി ചലിക്കുന്ന ശക്തികളെ നശിപ്പിക്കേണ്ടതിന് ദൈവം അവരെ എഴുന്നേൽപ്പിച്ച് അഭിഷേകത്തെ പകർന്നുകൊണ്ടിരുന്നു. അത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഗോലിയാത്തിനെ കൊന്ന ദാവീദ്, അല്ലേ? പഴയ നിയമത്തിൽ നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുതിയ നിയമസഭയ്ക്ക് ശത്രുക്കളില്ല. പുതിയ നിയമസഭയ്ക്ക് ശത്രുക്കളില്ല. ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമുക്ക് പൊതുവായിട്ടൊരു ശത്രു ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അല്ലെ, നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും
ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് ശത്രുവില്ല എന്നല്ല പുതിയ നിയമസഭ പഠിപ്പിക്കുന്നത്. നമുക്ക് ശത്രുവുണ്ട്. നമുക്ക് പോരിന്റെ ആയുധങ്ങൾ ജടീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. അവയാൽ നമ്മൾ സങ്കല്പങ്ങളിലാണ് ശത്രു അധികം പോരാടുന്നത്. സങ്കല്പങ്ങളിലും കർത്താവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും കർത്താവിനോടൊരു അനുസരണത്തിനായി പിടിച്ചടക്കണം. അപ്പൊ യുദ്ധത്തിന്റെ പോരിന്റെ ബാറ്റിൽ ഫീൽഡ് നമ്മുടെ മൈൻഡ് തന്നെയാണ്. നമ്മുടെ ശത്രു പിശാചാണ്. ബാറ്റിൽ ഫീൽഡ് മൈൻഡാണ്. കർത്താവിന്റെ അനുസരണത്തിനായി നമ്മളെ അതെല്ലാം പിടിച്ചടക്കുന്നു. ഏത് വിചാരത്തെ നമുക്ക് യേശുവിനാൽ പിടിച്ചടക്കി നമുക്ക് അതിജീവിക്കാൻ കഴിയും. അതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നമ്മുടെ തീരുമാനം ആവശ്യമാണ്. ഇതാണ് പുതിയ നിയമത്തിലെ യുദ്ധം. പഴയ നിയമത്തിലെ യുദ്ധം നാം കണ്ടു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ യേഹൂ ചെയ്ത 1-2 കാര്യങ്ങൾ പറഞ്ഞ് പുതിയ നിയമത്തിൽ ഒരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 27-ാമത്തെ വാക്യം, അവിടെ എത്തിയ ശേഷം അവൻ എഫ്രയീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രായേൽ മക്കൾ അവനോട് കൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അവൻ അവർക്ക് നായകനായി. അവൻ പർവ്വതത്തിൽ കാഹളമൂതി. ഈ എഗ്ലോനെ കൊന്നതിന് ശേഷം അവൻ പർവ്വതത്തിൽ കയറി കാഹളമൂതി. ഇസ്രായേൽ മക്കൾ അവനോട് കൂടെ പർവ്വതത്തിൽ നിന്നിറങ്ങി അവൻ അവർക്ക് നായകനായി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവനെ ഈ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തതിനു ശേഷം ആത്മനിയോഗത്തോടെ കാഹളമൂതി. ആത്മനിയോഗത്തോടെ കാഹളമൂതിയപ്പോൾ ഒരു കൂട്ടം ജനം, ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് അവന് വേണ്ടി ഇറങ്ങി വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ ആലോചന കേട്ട്, ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് ഒരുവൻ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നെങ്കിൽ ഹല്ലേലൂയ, അവൻ ഒറ്റയ്ക്കാവില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ കാഹളം ഊതുമ്പോൾ ഒരു കൂട്ടം ജനം അവനോടൊപ്പം ചേരും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ദൈവസഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദൈവസഭ വർദ്ധിക്കപ്പെടണമെങ്കിൽ, വിശാലതയിലേക്ക് വരണമെങ്കിൽ നാം യേഹൂദിനെ പോലെ ആയിത്തീരണം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ ശബ്ദം കേട്ട് യുദ്ധം ചെയ്യുന്നവരായി, ആത്മിക യുദ്ധമായി ഞാൻ പറയുന്നത്, ആത്മിക യുദ്ധം ചെയ്യുന്നവരായി, കാഹളമൂതുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുമ്പോൾ ഒരു കൂട്ടം ജനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായിത്തീരും. 28-ാമത്തെ വാക്യം, അവൻ അവരോട്, എന്റെ പിന്നാലെ വരുവിൻ, ശത്രുക്കളായ മോവാബിനെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം എന്നെ വിടുവിക്കും എന്നൊരു ശക്തമായ ഉറപ്പ് യഹൂദിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ശത്രുക്കളായ മോവാബിനെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള അവന്റെ ഉറപ്പാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ജോലിയിലായിക്കോട്ടെ, ഹല്ലേലൂയ, ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഹല്ലേലൂയ, ഒരു പ്രതിസന്ധി, ഒരു ഭാരം വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അകത്ത് യേഹൂദിനെ പോലെ ഒരു ഉറപ്പുണ്ടായിരിക്കണം. എന്റെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നെഹമ്യാവ് പറഞ്ഞത്, സമ്പന്നത്തായിക്കൊള്ളട്ടെ, തോബിയാവായിക്കൊള്ളട്ടെ, വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് നിങ്ങൾ കല്ലെങ്ങനെ ജീവിപ്പിക്കുമെന്ന് കാണട്ടെ എന്ന് പറയുന്ന സമ്പന്നത്തോ തോബിയാവോ ആയിക്കൊള്ളട്ടെ, നെഹമ്യാവ് കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് വന്ന മനുഷ്യനാ. അവൻ പറയും, യഹോവയായ ദൈവം എനിക്ക് കാര്യം സാധിച്ചു. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇത് അദ്ദേഹത്തിന്റെ ഉറപ്പാണ്. ഹനാനിയുടെ വാക്കുകേട്ട് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ്, എന്നെ കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിക്കുമെന്ന് നെഹമ്യാവിന്റെ അകത്ത് ഉറപ്പുള്ളത് കൊണ്ട് അവൻ രാജാവിനോട് അധികാരപത്രങ്ങൾ ചോദിച്ചത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രമീകരണങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് അവൻ ഭയപ്പെട്ടു പോയില്ല. അവന്റെ അകത്തൊരു ഉറപ്പുണ്ടായിരുന്നു, യഹോവ എനിക്ക് കാര്യം സാധിച്ചു, യഹോവ ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഇന്ന് രാത്രി എത്ര പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയാലും അകത്തി ഒരു ചിന്ത അകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ എത്ര ആഴത്തിലേക്ക് പോയാലും, ഞാൻ എത്ര പ്രതിസന്ധിയിലേക്ക് പോയാലും എന്റെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും. വിശ്വസിക്കാമോ? പ്രൈസ് ഗോഡ്. എന്റെ ദൈവം അധികാരികളോട് സംസാരിക്കും. എന്റെ ദൈവം രാജാക്കന്മാരോട് തിരിച്ചു വരും. അധികാരികളുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ വിട്ടുകൊണ്ടിരിക്കുന്നു. അവർ അതിനെ ഇഷ്ടമുള്ളവർക്ക് തിരിക്കും. പ്രൈസ് ഗോഡ്.
കാര്യം സാധിക്കും. എത്ര പ്രതിസന്ധി കൂടെ പോയാലും എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന അകത്തൊരു ഉറപ്പ് വേണം. ആ ഉറപ്പ് അവനുണ്ടായിരുന്നു. 28-ാമത്തെ വാക്യത്തിന്റെ അവസാന അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നു, മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു, ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. ശ്രദ്ധിക്കുക, അത് അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ, ഗേറ്റുകൾ അടച്ചു, ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. ശത്രു കയറാനുള്ള സകല സാധ്യതകളും പഴുതുകളും യഹൂദ അടച്ചു കളഞ്ഞു. നമ്മൾ ആത്മീയമായിട്ട് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് മുന്നേറുന്നവരാ, അല്ലെ? പരിശുദ്ധാത്മാവിൽ നിറയുന്നവരാ, അന്യഭാഷയിൽ സംസാരിക്കുന്നവരാ, വചനം ധ്യാനിക്കുന്നവരാ, വചനം കേൾക്കുന്നവരാ. പക്ഷെ പഴുതുകളുണ്ട്, ശത്രു കയറുവാൻ സാധ്യതയുള്ള കടവുകളുണ്ട്. അത് കണ്ടുപിടിക്കണം. നമ്മെ ആത്മാവിന്റെ മുന്നേറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, വചന ധ്യാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, നമ്മുടെ സമയത്തെ ചോർത്തിക്കളയുന്ന, ദൈവഹിതത്തിൽ നമ്മെ അകറ്റിക്കളയുന്ന ഏതൊക്കെയോ പഴുതുകൾ സാത്താൻ കണ്ടുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മൊബൈൽ ആയിരിക്കാം, TV ആയിരിക്കാം, അല്ലെങ്കിൽ വ്യർത്ഥമായ സംസാരമായിരിക്കാം, ഹല്ലേലൂയ, ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ഹല്ലേലൂയ കടവുകൾ, പഴുതുകൾ അടയ്ക്കാൻ ഒരു അഭിഷിക്തൻ തയ്യാറാകണം. യഹൂദ ജനത്തോട് ചേർന്നതാ ചെയ്തത്. എവിടെ പഴുതുകളുണ്ടോ, എവിടെ കടവുകളുണ്ടോ അതവൻ അടയ്ക്കുവാൻ തയ്യാറായി. ഇതിനകത്ത് വിശ്വസിക്കാമോ? ഇതിനകത്ത് വിശ്വസിക്കാമോ? എന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത കടന്നു വരുന്ന പഴുതുകളെ അടയ്ക്കുവാൻ ഇന്ന് രാത്രി ഞാൻ തയ്യാറാകും. ആ കടവുകൾ ബ്ലോക്ക് ചെയ്യുവാൻ. എങ്ങനെയാണ് കടന്നു വരുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടാണ് കടന്നു വരുന്നത്. സംസാരത്തിൽ കൂടെ, ചിന്തകളിൽ കൂടെ, കണ്ണുകളിൽ കൂടെ, ചെവിയിൽ കൂടെ, കേൾവിയിൽ കൂടെ, ഹല്ലേലൂയ, പഴുതുകൾ, ഹല്ലേലൂയ, കടവുകൾ, ഹല്ലേലൂയ, അതിൽ കൂടെ പിശാച് നമ്മോട് സംസാരിപ്പാൻ, ഹല്ലേലൂയ, കയറുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഹവ്വയുടെ അടുത്ത്, അല്ലേ, പാമ്പ് വന്ന് സംസാരിക്കുന്നുണ്ട്. ആദമിനെ വിളിച്ചിരുന്നേ, സ്ഥിതി മാറിയേനെ. അച്ചായ, ഒരാൾ കേറിയിട്ടുണ്ട്. ഹല്ലേലൂയ, നമ്മെ തോട്ടം സൂക്ഷിപ്പാൻ ആക്കിയിരിക്കുന്നത്, അല്ലേ? തോട്ടത്തെ കാക്കാനെ നമ്മളെ ആക്കിയിരിക്കുന്നത്. കാക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. പരിചയമില്ലാത്ത ഒരാൾ ഇതിനകത്ത് വന്നാൽ ആ ഇൻഫർമേഷൻ ഹവ്വ പാസ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അവർക്ക് പാസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതവർക്ക് അവരുടെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുവാൻ അത് കാരണമായി തീർന്നു. ദൈവത്തോടുള്ള ബന്ധം, കണക്ഷൻ അറ്റുപോകുവാൻ ഇടയായി തീർന്നു. പരിചയമില്ലാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പരിചയമില്ലാത്ത ബന്ധങ്ങൾ, പരിചയമില്ലാത്ത സാഹചര്യങ്ങൾ, ജീവിതത്തിലേക്ക് കടവുകളിൽ കൂടെ, പഴുതുകളിൽ കൂടെ പിശാചിടുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം പോവുകയാണ്. വെയിലാറുമ്പോൾ അപ്പച്ചാൻ വിളിച്ചുകൊണ്ട് ആടെ ഓടിച്ചെന്നിരുന്നു. അതുപോലെ ഇപ്പോൾ അവൻ ഓടിച്ചെല്ലാൻ കഴിയുന്നില്ല. എന്തോ അവനെ പിന്നിലേക്ക് പിന്തിരിപ്പിക്കുകയാണ്. അത്തി ഇലകളിലേക്ക് അവനെ ഓടിക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ബന്ധം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന സകല പഴുതുകളും ഇന്ന് രാത്രി അധികാരം യേശുവിന്റെ നാമത്തിൽ അടയ്ക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ
വെട്ടിക്കളഞ്ഞു. അവരെല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരെ വിഴുങ്ങണ്ടു എന്ന് നടക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിനെ നിസ്സാരനായി കാണരുത്. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്തുണ്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹം നമ്മുടെ അകത്തുണ്ട്. എന്നാൽ മറ്റൊരു സിംഹം പതിയിരിപ്പോടെ നടക്കുന്നുണ്ട്. അവൻ ആരെ വിഴുങ്ങണം, എങ്ങനെ വിഴുങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏഴ് നമ്മെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന, ശ്രദ്ധ വച്ചിരിക്കുന്ന രാപ്പകൽ തന്റെ വൃതന്മാരുടെ കാര്യത്തെ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന ഒരു അപവാദി നമുക്കുണ്ട്. അവൻ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവൻ യുദ്ധവീരന്മാരെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വിജിലന്റ് ആയിട്ട് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അകത്തൊരു സിംഹമുണ്ട്. ആ സിംഹം ഉണരണം. Praise the Lord. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. അവനോട് യഥാർത്ഥ സിംഹം. Praise the Lord. ജീവനുമാണവൻ. ഇവിടെ യേഹൂദ് ചെയ്ത ഒരു കാര്യം, ഒരു വലിയ യുദ്ധത്തിന് അവൻ പോകാതെ ദൈവത്തിന്റെ ആലോചന കേട്ടതിന് ശേഷം വലിയൊരു സൈന്യത്തെ കൂട്ടി ആദ്യ യുദ്ധത്തിന് പോകാതെ അവർക്ക് വിരോധമായിരുന്ന എഗ്ലോന്റെ അരമനയിൽ പ്രവേശിച്ച് ബലവാനായിരുന്ന അവനെ മാത്രം കൊന്നുകളഞ്ഞപ്പോൾ മറ്റുള്ള ജനം ഭയപ്പെടുകയും ഇസ്രായേൽ മക്കൾക്ക് ധൈര്യമുണ്ടാകുകയും അവരുടെ ജനത്തിന് ഭയമുണ്ടാകുകയും അങ്ങനെ ആ പട്ടണം പിടിക്കപ്പെടുവാനിടയാകുകയും ചെയ്തു. ഇതേ ദൂതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ഒരു പദം പറയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. 22 മുതലുള്ള വാക്യങ്ങൾ. യെരൂശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബെൽസെബൂലുണ്ട്. യേശുവിന്റെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ നടക്കുമ്പോൾ പരീക്ഷന്മാർക്ക് വളരെ അസ്വസ്ഥതയുണ്ടായി. മഹാപുരോഹിതന്മാർക്ക് വളരെ അസ്വസ്ഥതയുണ്ടായി. വർഷങ്ങളായിട്ടുള്ള ശുശ്രൂഷയൊക്കെ ചെയ്യുക, ശവത്തൊക്കെ അനുഷ്ഠിച്ചു പോവുക, വലിയ കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കുഷ്ഠരോഗി പോലും സൗഖ്യമാകുന്നില്ല, ഒരു ഭൂതം പോലും പുറത്തു പോകുന്നില്ല. ഞാൻ ചിന്തിക്കുന്ന ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലാണ് ഈ മഹാപുരോഹിതന്മാർ ഒരു ഭൂതം പോകുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. യേശു യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്തവിടെ നിന്നപ്പോഴാണ് അവർ ഭൂതം വിട്ടു പോകുന്നതൊക്കെ ഇവർ കാണുന്നത്. ഭൂതം പോകുന്നത് കാണുന്നതും കുഷ്ഠരോഗി സൗഖ്യമാണ്. കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത് പാർക്കണം, പിന്നെ ശുദ്ധീകരണത്തിനുള്ള നിയമങ്ങളൊക്കെ ചെയ്യണമെന്ന മഹാപുരോഹിതന്മാർ അവിടെ. ഇവിടെ ഒരാൾ കുഷ്ഠരോഗിയെ പിടിച്ചിട്ട് സൗഖ്യമാക്കുക, വരണ്ട കൈയുള്ളവനെ പിടിച്ചിട്ട് ശവത്തിൽ സൗഖ്യമാക്കുകയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ ഇവർക്ക് അസ്വസ്ഥത, ഇവർ ഇറിറ്റേറ്റഡ് ആയിട്ടോ പറയുകയാണ്, നീ ബെൽസെബൂലിനെ കൊണ്ടാണ്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. കർത്താവിന്റെ മറുപടി വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ. സാത്താനെ എങ്ങനെ പുറത്താക്കാൻ കഴിയും? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിൽ നിലനിൽപ്പാൻ കഴിയില്ല. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചെങ്കിൽ, ഒരു വീട്ടിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിന്തിക്കപ്പെടും. ഒരു വീടിനകത്ത് തന്നെ ഛിദ്രമുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് തകർന്നു പോകും. സാത്താൻ തന്നോട് തന്നെ അവന് നിലനിൽപ്പാൻ കഴിയില്ല. അടുത്ത വാക്കാണ് ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. യഹൂദ് ചെയ്തത് ഇതാ. പ്രൈസ് ദി ലോർഡ്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് തീരുമാനിക്കാമോ? ഹല്ലേലൂയ. എന്റെ വിഷയങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് ഒരു ശത്രുവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ തിരമാലകളുടെ പിന്നിൽ വ്യാപരിക്കുന്നത്, ഈ കാറ്റിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഒരു വ്യാപാരമാണെന്ന് യേശു ശാസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ കോപ്പ് കടന്നു
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികളെ തകർക്കണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥനയിൽ മുന്നേറി അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ പിടിച്ചു കെട്ടണം. ആഗ്രഹമുണ്ടത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എങ്ങനെയും ജീവിച്ചു പോട്ടെ, അത് ബലവാനെ പിടിച്ചു കെട്ടാനൊന്നും ഞങ്ങൾക്ക് പറ്റുകയില്ല. അത് കർത്താവ് പറഞ്ഞതാണ്, അവനിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് കവർന്നു കൊണ്ടുപോയി അവന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ആദ്യം അവനെ പിടിച്ചു കെട്ടണം. പ്രൈസ് ദി ലോർഡ്. അവരെ പിടിച്ചു കെട്ടുമ്പോൾ നിന്നിൽ നിന്ന് കവർന്നു പോയതിനെ നിനക്ക് മടക്കി കോപ്പ് എന്താ എഴുതിയിരിക്കുന്നത്, പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട്, അവന്റെ കോപ്പ് കവർന്ന് കളമാൻ ആർക്കും കഴിയില്ല. പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലവാനെ പിടിച്ചു കെട്ടിയാൽ സ്പീഡിലായിരിക്കും നിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. സ്പീഡിൽ പിന്നെ കവർച്ച നടത്താൻ പറ്റും. നിന്റെ വിഷയത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ ആത്മാവിൽ നിന്റെ ബലത്തിൽ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല, നിന്റെ പൈസയ്ക്ക് പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല, നിന്റെ സൗന്ദര്യത്തിനോ ആരോഗ്യത്തിനോ കഴിവിനോ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. അവൻ അതിനേക്കാളൊക്കെ അപ്പുറം. ഏറ്റവും സൗന്ദര്യമുള്ളവനായിരുന്നു അവന്. അവൻ അവിടുന്ന് വീണവനാ, അഹങ്കരിച്ച് വീണവനാ. അതുകൊണ്ട് സൗന്ദര്യത്തിനോ കഴിവിനോ പണത്തിനോ ശക്തിക്കോ ബലത്തിനോ ഒന്നും പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. ആത്മാവിന്റെ ശക്തി പിടിച്ചു കെട്ടാൻ. ആത്മാവിന്റെ ശക്തിയിൽ നീ മുന്നേറിയാൽ, നീ അവനെ പിടിച്ചു കെട്ടിയാൽ പിന്നെ അത്ഭുതങ്ങളുടെ നിരന്തര പ്രയാണമുണ്ടാകും. കവർച്ച ചെയ്യാനായിട്ട് പറ്റും. പിടിച്ചു കെട്ടിയാൽ അവന്റെ വീട് കവരാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമുണ്ടോ? ഒന്ന് കണ്ണടച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവങ്ങളെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ പ്രാർത്ഥന ചിലതിനെ തകർത്ത് കളയുന്നതായി തീരട്ടെ. വെറുതെ കൂടി വന്ന് 1 മണിക്കൂർ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കേട്ടിട്ട് പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദൂതിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. യേഹൂദ് പഴയ നിയമത്തിൽ അത് ചെയ്തെങ്കിൽ പുതിയ നിയമം വിശ്വാസിക്കത് കഴിയും. ഹല്ലേലൂയ. അവന്റെ അരമനയിൽ പ്രവേശിച്ച് ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ രാത്രി ദൈവസഭ തീരുമാനിച്ചാട്ടെ. എന്റെ ജീവിതത്തോട് എതിർക്കുന്ന, എന്റെ വ്യക്തിപരമായ ജീവിതത്തോട് എതിർക്കുന്ന വിഷയങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തികളെ ഇന്ന് ആത്മാവിൽ എനിക്ക് വ്യക്തമെന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ജോലിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ, നിന്റെ ബോസിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ, നിന്റെ കുടുംബത്തെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ, നിന്റെ തലമുറകളോട് വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ, എന്തുകൊണ്ട് സംഭവിക്കുന്നത് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിനെ തിരിച്ചറിയുക, പിടിച്ചു കെട്ടുക. വിശ്വാസ പ്രാർത്ഥനയിൽ ചിലത് ബന്ധിക്കപ്പെടട്ടെ. വ്യാപാരമുണ്ട്. ഇന്ന് രാത്രി എനിക്കതിനെ ജയിക്കണം, എനിക്കതിനെ ആത്മാവിന് ജയിക്കണം. എന്റെ ജോലിയോട് വെല്ലുവിളിക്കുന്ന ഒരു ശത്രുവുണ്ട്, എന്റെ ആരോഗ്യത്തോട് വെല്ലുവിളിക്കുന്ന ഒരു ശത്രുവുണ്ട്,